ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെഡി ആവുന്നത് നമ്മൾ താമരശ്ശേരി ചുരം കയറി ഒന്ന് വയനാട് വരെ പോകാൻ കേട്ടോ. ഇറങ്ങാൻ നേരത്തെ അത്യാവശ്യം നല്ല മഴയായിരുന്നു, പക്ഷേ അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്കൊക്കെ മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ അടിവാരത്ത് എത്തിയിട്ടുണ്ട്. അടിവാരത്ത് കണ്ട് താഴെ ഒരു സമരപ്പന്തൽ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചുരം റോഡൊക്കെ കുറേ ഇടിയുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബദൽ റോഡ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള നിരാഹാര സമരമാണ് കേട്ടോ അവിടെ നടക്കുന്നത്. നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോൾ തൊട്ടേ ഈ ഒരു റോഡിന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് തവണ ബദൽ റോഡിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചിപ്പിലിത്തോട് വഴിയൊക്കെ ബദൽ റോഡ് വരും എന്നൊക്കെ അന്നിങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. എന്താണെന്നറിയില്ല, നമുക്ക് എതിലെയാ ബദൽ റോഡ് വരിക എന്നൊന്നും അറിയില്ല. അപ്പോൾ അതേ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട്, എന്നാൽ വലിയ ബ്ലോക്കില്ല. ഞങ്ങൾ ഈ ദസറേൻ്റെ സമയത്തായിരുന്നു കേട്ടോ പോയത്. അതുകൊണ്ട് തന്നെ ചില ഏരിയയിലെത്തുമ്പോൾ ചെറിയൊരു ബ്ലോക്ക്, വേറെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മഴയുണ്ടെങ്കിൽ കൂടി നമുക്ക് മഴയൊന്നും ചേർത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട്. പിന്നെ നല്ലൊരു കാലാവസ്ഥയാണ്, ചൂടൊന്നുമില്ല, നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ റോഡ് നിറയെ കുരങ്ങന്മാരാണ്. അപ്പോൾ ഇതാണ് കേട്ടോ 9ാം വളവിൽ നമ്മൾ ആ ചുരം ഇടിഞ്ഞ ഭാഗം. ചെറിയൊരു പേടി നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വരും, കാരണം അതിങ്ങനെ കാണുമ്പം. അപ്പോൾ വയനാടിൻ്റെ കവാടവാതിലൊക്കെ തുറന്ന് നമ്മളിതേ വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പൂക്കോടേക്കാണ് കേട്ടോ. അവിടെ ഇറങ്ങിയില്ല, അവിടെ അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങൾ സ്ഥിരമായിട്ട് വരുമ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു കഫേ ഉണ്ട്, അവിടെ കയറിയിട്ട് ഞങ്ങൾ ഫ്രൈഡ് ചിക്കനൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ വരാൻ നേരത്ത് ഞങ്ങളിതേ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ വന്ന് അത് കഴിച്ചതിന് ശേഷം തൊട്ടടുത്ത കടയിൽ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാവേ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. ഞങ്ങൾ മെയിനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചുക്ക് കാപ്പീൻ്റെ ക്യൂബാണ് കേട്ടോ. ഇതിന് 100 രൂപയാണ്. കാപ്പിപ്പൊടിക്കും അതേപോലെ 200 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ള പ്രൈസിനേക്കാളും കുറച്ച് പ്രൈസ് കുറഞ്ഞിട്ടാണ് അവർ നമുക്ക് തരിക. പിന്നെ ചായപ്പൊടി വാങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ കുഞ്ഞു വ്ളോഗ്. അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം. ഓക്കെ, ബായ്.